ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന വചനത്തിൻ്റെ ദൂത് ഇന്ന് ഹൃദയത്തെ തൊടുക. ജീവിത നിലവാരങ്ങളിൽ അസാധാരണമായി വിടുതലിന് കാരണമാകത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ പരന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത്. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. ഒരു മടങ്ങി വരവ്. എവിടെ നിന്നാ കർത്താവ് വന്നത്? മരുഭൂമിയിൽ നിന്ന്. പരീക്ഷാതനം വെളിപ്പെട്ട, ശത്രുവിനെ ജയിച്ച, സാഹചര്യങ്ങളെ കീഴടക്കിയ മരുഭൂമിയിൽ നിന്ന് കർത്താവ് ശക്തിയോടെ ഗലീലയ്ക്ക് വന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് നമ്മോട് ആഴമായി ഇടപെടുന്ന ദൂത്. ജീവിതത്തിൻ്റെ ഈ മരുഭൂമിയിലെ ഈ അവസ്ഥയിൽ ഒരു വിജയമുണ്ട്, ഒരു ജയമുണ്ട്. ശത്രുവിനെ ജയിക്കത്തക്ക നിലയിൽ, ശത്രുവിനെ പരാജയപ്പെടുത്തക്ക നിലയിൽ ഈ മരുഭൂമിയിൽ ശത്രു എന്താണോ ആഗ്രഹിച്ചത് അതിനെയെല്ലാം തകർത്തുകൊണ്ട് ജയം വെളിപ്പെടുത്തി ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവകൃപയും ദൈവമഹത്വം, ദൈവശക്തി ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഈ മരുഭൂമിയിൽ പരാജയപ്പെട്ടു പോകത്തില്ല, ഈ മരുഭൂമിയിൽ പട്ടുപോകത്തില്ല, ഇവിടെ തളർന്നു പോകുക ദൈവം സമ്മതിക്കത്തില്ല. ശക്തിയോടെ പുറത്തു വരുന്ന കാലഘട്ടമാക്കി ദൈവം നിർത്താൻ പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ജീവിതം നിൽക്കുന്നത് ചുട്ടുപഴുക്കുന്ന ഒരു മരുഭൂമിയല്ലേ? എങ്ങനെ, എപ്രകാരം ഇവിടെ നിന്ന് തരണം ചെയ്ത് മുമ്പോട്ട് നീങ്ങുമെന്ന് ആകുലതയോടെ, ചിന്താധാരയിൽ മനോദുഃഖത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഈ മരുഭൂമിയിൽ ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മരുഭൂമിയിൽ സാഹചര്യം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ശക്തി പ്രാപിക്കുക, വിശ്വാസത്തിന് ശക്തി പ്രാപിക്കുക, പ്രാർത്ഥനാതലങ്ങൾക്ക് ശക്തി പ്രാപിക്കുക, ജീവിത വിശുദ്ധിക്ക് ശക്തി പ്രാപിക്കുക, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ തലങ്ങൾക്ക് ശക്തി പ്രാപിക്കുക. ഈ മരുഭൂമി ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതും തന്നെ ജീവിതത്തിൽ നിറവേറും. ഇന്ന് ഹൃദയത്തെ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ശത്രുവിൻ്റെ പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വൈതലേ, നീ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. ദൈവം കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഈ മരുഭൂമിയിൽ നിന്ന് പുറത്ത് ദൈവം കൊണ്ടുവരുന്ന സമയമായിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ നോക്കി ദൂത് ശക്തമായി വെളിപ്പെടുത്തുന്നു. ഈ മരുഭൂമിയിൽ നിന്ന് ശക്തിയോടെ മടങ്ങി വരും. ഈ കടഭാരമായിരിക്കുന്ന മരുഭൂമിയിൽ നിന്ന് ശക്തിയോടെ ഞാൻ മടങ്ങി വരും. ഈ രോഗത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന് ഞാൻ ശക്തിയോടെ മടങ്ങി വരും. ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിബന്ധമാണോ, ഏത് പ്രതികൂല സാഹചര്യമാണോ, അതിൻ്റെ നടുവിൽ നിന്ന്, ആ മരുഭൂമിയിൽ നിന്ന് ഞാൻ ശക്തിയോടെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ദൈവത്തിൻ്റെ പൈതലേ, തലമുറ ഒരു മരുഭൂമിയിലാണോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു മരുഭൂമിയിലാണോ? വേദനാജനകമായ മരുഭൂമിയിലാണോ? ആരും സഹായിപ്പാനില്ലാത്ത ഒരു വേദനയുടെ നടുവിലാണോ തലമുറയായിരിക്കുന്നത്? ശക്തി കുറഞ്ഞു പോകത്തില്ല, ക്ഷീണിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ബലത്തോടെ പുറത്തു വരും, ബലത്തോടെ പുറത്തു വരും. ആത്മീയമായ ആ ഒരു തലത്തിൽ പുറത്തു വരും. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ഉയർച്ചയിൽ
ദൈവം പുറത്തു കൊണ്ടുവരും. മരുഭൂമി ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാജയത്തിനല്ല, അത് പട്ടുപോകുവാനല്ല, തളർന്നു പോകുവാനല്ല, ശക്തി പ്രാപിക്കുവാനാ. ഇന്ന് ദൂത് ഏറ്റെടുക്കട്ടെ, വചനം ആഴമായി വിശ്വസിക്കട്ടെ. ഈ വചനത്തിൻ്റെ ദൂത് ചലിക്കുക. മരുഭൂമിയിൽ നിന്ന് വേഗത്തിൽ ദൈവശക്തിയോടെ പുറത്തു കൊണ്ടുവരും. അതിൻ്റെ ശ്രുതിയാകട്ടോ ചുറ്റും നാട്ടിൽ പരക്കാൻ പോകുന്നത്. നീ തോറ്റുപോയെന്നല്ല, തലമുറ പരാജയപ്പെട്ടു പോയെന്നല്ല, ജീവിതം തീർന്നു എന്നല്ല കേൾക്കാൻ പോകുന്നത്. ശക്തി പ്രാപിച്ച് മടങ്ങി വന്നത്, മഹത്വം പ്രാപിച്ച് മടങ്ങി വന്നത്, ദൈവപ്രവർത്തി കണ്ട് മടങ്ങി വന്നത്, അതാ ശ്രുതിയാകാൻ പോകുന്നത്. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഒരു ദൈവിക പദ്ധതി ഈ മരുഭൂമിയിലുണ്ട്, ഈ ജീവിതത്തിൻ്റെ മരുഭൂമിയിലുണ്ട്. ആരൊക്കെ കൂടെയില്ലെങ്കിലും ദൈവത്തിൻ്റെ വൈദ്യലേ കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ജീവിതത്തിൽ, ദൈവത്തിൻ്റെ പ്ലാനുണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. അത് ശക്തീകരിക്കുക എന്ന് തന്നെയാ ദൈവം ശക്തിയോടെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കട്ടെ, വചനമാഴമായി ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവ് ശക്തിയോടെ ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും. ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നെ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ഈ മരുഭൂമിയിൽ കർത്താവേ, പോരാട്ടങ്ങളുടെ നടുവിൽ പട്ടുപോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ആത്മാവിൽ ബലപ്പെട്ട് വീണ്ടും എഴുന്നേൽക്കുന്ന ദൈവകൃപ ഇന്ന് കേട്ട ദൂത് കർത്താവേ ചലിക്കട്ടെ. ശക്തിയോടെ പുറത്തു കൊണ്ടുവരുന്ന ദൈവപദ്ധതി വെളിപ്പെട്ടു വരുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം, ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.